വിശ്വാസത്തിന്റെ വെളിച്ചം. പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി പോലെ, മനോഹരമായ ഗീതം പോലെ, തണലേകുന്ന മഹാവൃക്ഷം പോലെ, 7 തിരിയിട്ട് തെളിച്ച നിലവിളക്ക് പോലെയായിരുന്നു എൻ്റെ അമ്മ. ഓരോ ദിവസവും അമ്മയുടെ അധരത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ മധുരനാദം ഒഴുകിയിരുന്നു. ഓരോ നിമിഷവും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നിഴൽ അമ്മയെ തഴുകി. ദിനവും 3 ജപമാലകൾ ഉരുവിട്ട് അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ തൻ്റെ ഹൃദയം സമർപ്പിച്ചിരുന്നു. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ അമ്മ പാടുന്ന ക്രിസ്തീയ ഗാനങ്ങളുടെ മധുരസ്വരം വീടിൻ്റെ അകത്തളങ്ങളെ വിശ്വാസമണികളാൽ നിറച്ചു. ദൈവവിശ്വാസം ആഴത്തിൽ പതിഞ്ഞിരുന്ന, സത്യത്തിന്റെ മാർഗത്തിൽ മാത്രം ചരിച്ചിരുന്ന അപ്പനും അമ്മയും അതിരാവിലെ ഉണർന്ന് പള്ളിയിലേക്ക് പോകുമായിരുന്നു. അവരുടെ കാൽപ്പാടുകൾ പ്രാർത്ഥനയുടെ പാതയായി മാറിയിരുന്നു. അവരിരുവരും യേശുവിൽ ആഴത്തിൽ പതിഞ്ഞ ആത്മാക്കളായിരുന്നു. ജീവിതം മുഴുവൻ ദൈവവിശ്വാസത്തിന്റെ പരിമളമായവർ. വിവാഹം കഴിഞ്ഞ് ജോലി സംബന്ധമായി പല സ്ഥലങ്ങളിലായി താമസിച്ചിരുന്നപ്പോൾ ഓരോ ദിനവും അമ്മയുടെ സ്നേഹം ഫോണിലൂടെ എന്നെ തേടി വന്നിരുന്നു. അമ്മയുടെ കരുതൽ എന്നെ പുണർന്നു നിന്നിരുന്നു. 54-ാം വയസ്സിൽ ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ ആദ്യമായി മരണത്തിന്റെ നിഴൽ അമ്മയെ തൊട്ടുപോയി. എന്നാൽ അമ്മ അത് അതിജീവിച്ചു. ഈശോയിലുള്ള അമ്മയുടെ വിശ്വാസം ഒന്നുകൂടി ആഴപ്പെട്ടു. അമ്മയുടെ അസുഖത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ഉത്കണ്ഠാകുലയായിരുന്ന നാളുകളിൽ അമ്മ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ പെട്ടെന്നൊന്നും പോകില്ല മോളെ, ഈശോ എന്റെ കൂടെയുണ്ട്. ഒരു സായാഹ്നത്തിൽ ഭർത്താവിന് വന്ന ഫോൺ കോളിൽ നിന്ന് ഞാൻ അറിഞ്ഞു, അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണ്, ആശുപത്രിയിൽ അഡ്മിറ്റാണ്. എന്റെ ഹൃദയം പിളർന്നു പോയി. അമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കാൻ മനമൊരുക്കി പ്രാർത്ഥിച്ച് ഞാൻ ആശുപത്രിയിലെ ഓടിയെത്തി. പക്ഷേ അമ്മ ഞങ്ങളെ വിട്ടു പോയിരുന്നു. ലോകം മുഴുവൻ നിശ്ചലമായ പോലെ എനിക്ക് തോന്നി. വിദേശത്തായിരുന്ന സഹോദരിമാർ എത്തിച്ചേരുന്നതിനായി അമ്മയെ മോർച്ചറിയിലേക്ക് മാറ്റുന്നത് ഞാൻ തകർന്ന മനസ്സോടെ നോക്കി നിന്നു. അമ്മയുടെ മുഖം തണുത്തതായിരുന്നു. അമ്മ അതിനകത്ത് ആരോരുമില്ലാതെ കിടക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു. അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് പറ്റിയത് എന്ന ഗദ്ഗതത്തോടെ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു. അമ്മ ഒന്നും പറയാതെ എന്നെ ഒറ്റയ്ക്കാക്കി പോയി എന്ന അപ്പച്ചന്റെ വാക്കുകളിൽ ഞാൻ തകർന്നു നിന്നു. അമ്മയുടെ അവസാന നിമിഷങ്ങൾ ഇങ്ങനെയായിരുന്നു. ആ വർഷം പള്ളിയിലെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പച്ചനായിരുന്നു. ആ വ്യാഴാഴ്ച പെരുന്നാളിന് ഒരുക്കമായുള്ള ആദ്യ നൊവേന ദിനം. സായം സന്ധ്യ, മഴവില്ലിന്റെ നിറമുള്ള ആകാശം, കാറ്റിന്റെ മൃദുല നിശ്വാസം. അമ്മ അലങ്കരിച്ച മെഴുകുതിരികൾ കയ്യിലെടുത്ത് അപ്പച്ചന്റെ കൂടെ പള്ളിയിലേക്ക് പോയി. മാതാവിന്റെ രൂപത്തിനു മുൻപിൽ മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിച്ചു. മെഴുകുതിരി നാളങ്ങൾ അമ്മയുടെ കണ്ണിലെ പ്രകാശവുമായി ചേർന്നു. പിന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ പുഞ്ചിരിയിലേക്ക് അമ്മ ദീപങ്ങൾ തെളിയിച്ചു. അവ തിരുനാളങ്ങളുടെ വെറും വെളിച്ചമായിരുന്നില്ല, അമ്മയുടെ ആത്മാവിന്റെ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനാപൂർവം അമ്മ കസരയിൽ വന്നിരുന്നു. കുർബാനയുടെ ആദ്യ ഗാനം ഉയർന്ന നിമിഷം, ആ സ്വരങ്ങളിലെ ശാന്തതയിൽ അമ്മയുടെ മുഖം പ്രകാശിതമായി. പിന്നെ അമ്മ താഴേക്ക് വഴുതി വീണു, നിശബ്ദമായി. മരണത്തിന്റെ സ്പർശനം പോലും അമ്മയുടെ പ്രാർത്ഥനയെ മുടക്കിയില്ല. പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ പവിത്രത നിറഞ്ഞു നിൽക്കുമ്പോൾ ഈശോയെയും മാതാവിനെയും വിശുദ്ധ കൊച്ചുത്രേസ്യയെയും കൺമുൻപിൽ കണ്ടുകൊണ്ട് അമ്മ സ്വർഗത്തിലേക്ക് പോയി. പ്രാർത്ഥനയുടെ സംഗീതത്തിൽ ദൈവത്തിനൊപ്പം ചേർന്നു. ആശുപത്രിയിൽ നിന്ന് അമ്മയില്ലാത്ത വീട്ടിലേക്കുള്ള പോക്ക് വേദനയുടെ തിരകളിൽ മുങ്ങിയൊരു യാത്രയായി. വീട്ടിലെ മുറികളിൽ അമ്മയുടെ ഗന്ധമുണ്ടായിരുന്നു. അമ്മയുടെ ചിരിയും സംസാരവും ഓർമ്മ മാത്രമായി മാറിയ ശൂന്യവേള. ഒരു ദിനത്തിനു ശേഷം അമ്മയുടെ ശരീരം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ചിരിക്കാതെ എത്തിയ അമ്മയെ കാണാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇതെന്റെ അമ്മയല്ല, എന്റെ അമ്മയുടെ ചിരിയില്ലാത്ത മുഖം എനിക്ക് കാണാൻ കഴിയില്ല. അമ്മ എഴുന്നേറ്റ് വന്നെങ്കിൽ എന്ന് ഞാൻ ഏറെ കൊതിച്ചു. പലരും വന്ന് ആശ്വസിപ്പിച്ചു. പക്ഷെ എന്റെ ഹൃദയം മൂടിക്കെട്ടിയ ആകാശം പോലെ മൗനമായി. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്കിനി അമ്മയില്ലല്ലോ എന്ന ചിന്തയിൽ ഞാൻ വെന്തു. ഫോൺ നോക്കുമ്പോഴെല്ലാം കണ്ണു നിറഞ്ഞു. അമ്മയുടെ വിളി ഇനി ഒരിക്കലും വരില്ലല്ലോ എന്ന ചിന്ത എന്നെ ഏറെ വേദനിപ്പിച്ചു. പ്രാർത്ഥനയ്ക്ക് ഈശോയുടെ മുൻപിലിരുന്ന് ദിവസവും ഞാൻ വിതുമ്പിക്കരഞ്ഞു. ഒരു രാത്രിയിൽ കണ്ണു നനഞ്ഞ പ്രാർത്ഥനയ്ക്കിടയിൽ പരിശുദ്ധ ഹൃദയത്തിന്റെ ചിത്രം മുന്നിൽ തെളിഞ്ഞു. യേശുവിന്റെ ആ കനിവുള്ള ദൃഷ്ടി എന്റെ ഹൃദയത്തിലേക്ക് കടന്നു. ആ നിമിഷം ഈശോ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, ഞാൻ കൂടെയില്ലേ. ആ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ മുഴങ്ങിയപ്പോൾ എന്റെ വേദന കുറേശ്ശെ കുറയാൻ തുടങ്ങി. ആകാശത്തിന്റെ നീലിമയിൽ ഒരു തിളക്കം പടർന്നു. അവിടെ അമ്മയുടെ മുഖവും യേശുവിന്റെ നീട്ടിപ്പിടിച്ച കൈകളും എനിക്ക് വളരെയധികം ആശ്വാസവും സമാധാനവും തോന്നി.
തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ യേശുവിനോട് നിശബ്ദമായി സംസാരിച്ചു. അവിടുന്ന് എല്ലാം കേൾക്കുന്നുവെന്ന് ഉറപ്പായി. വേദനയുടെ സ്ഥലത്ത് ഒരു ശാന്തത പിറന്നു. അമ്മയില്ലെങ്കിലും യേശു എന്നെ താങ്ങുന്നുണ്ട് എന്ന ചിന്തയിൽ എന്റെ ജീവിതം ശാന്തമായി ഒഴുകി. ഇന്നും ഞാൻ വിശ്വാസത്തോടെ ഓർക്കുന്നു, ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ ഈശോയിലുള്ള വിശ്വാസം നമുക്ക് കരുത്തായിരിക്കും. അമ്മയുടെ സ്നേഹം ഭൂമിയിൽ നിന്ന് മാഞ്ഞെങ്കിലും യേശുവിന്റെ സ്നേഹം ആകാശത്ത് നിന്ന് എന്നെ മൂടി നിൽക്കുന്നു. എനിക്ക് ഏറെ ഇഷ്ടമാണ് എന്റെ ഈശോയെ. ഞാൻ ജീവിക്കുന്നു ധൈര്യത്തോടെ, സമാധാനത്തോടെ, വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ.